ഇന്നൊരു പോസ്റ്റ് കാർഡ് ജേണൽ ചെയ്താലോ? കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ്. ഇത് അധികം അങ്ങനെ കാണാത്തതുകൊണ്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ 2 എണ്ണം വാങ്ങിയായിരുന്നു. ഇന്ന് എന്തായാലും നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഗീവ് അവേ വിന്നർ മെസ്സേജ് ചെയ്തായിരുന്നു. ഗീവ് അവേ വീഡിയോയിൽ ഞാനൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ജേണൽ സെറ്റായിട്ടോ അല്ലെങ്കിൽ ജേണൽ ഡയറി ആയിട്ടോ സ്റ്റിക്കേഴ്സ് ആയിട്ടോ എന്താ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾ മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പോൾ ജേണൽ സെറ്റ് മതി എന്ന് പറഞ്ഞു. പിന്നെ ചോദിക്കാം കേട്ടോ, എത്ര രൂപയുടെ ഗിഫ്റ്റാണ് തരുന്നേ, അതിൽ ഫോൺ തരാൻ പറ്റുമോ? അപ്പം ഞാനോർത്തു ചുമ്മാ ചോദിക്കുകയാണ്, ആ കൊള്ളാലോ എന്നും പറഞ്ഞ് തിരിച്ച് റിപ്ലൈ കൊടുത്തു. പക്ഷെ അല്ലായിരുന്നു, ആൾ സീരിയസ് ആയിരുന്നു. ആൾ പിന്നെയും ചോദിക്കുക ഫോൺ തരാൻ പറ്റുമോ, ഫോണായിരുന്നെങ്കിൽ ഉപകാരമായേനേന്നൊക്കെ. അപ്പം എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വെക്കണ്ടായിരുന്നു, ഇതിപ്പോൾ വടി കൊടുത്ത് അടി മേടിച്ച പോലെ ആയല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നെങ്കിലും എനിക്കൊരു 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വാങ്ങിത്തരാമെന്ന്. അപ്പോൾ ആൾ അതും സീരിയസ് ആയി എടുത്തു. ഇത്താക്ക് ഞാൻ 1,00,000 ആക്കി തരാമെന്നായി. പിന്നെ അയച്ച മെസ്സേജാണ് കോമഡി. എന്നോട് ചോദിക്കുക, ഇത്ത 1,00,000 എന്ന് പറഞ്ഞാൽ 1000 അല്ലേന്ന്. എനിക്ക് എന്താ പറയണ്ടേന്നായിപ്പോയി. ഞാനപ്പോൾ ചോദിച്ചു ഇയാൾ എത്രയല്ല പഠിക്കണേന്ന്. അപ്പോൾ ആൾ പറഞ്ഞു 9ലാന്ന്. പൂജ്യത്തിനൊന്നും ഒരു വിലയില്ലാത്ത പോലെയായിരുന്നു ആളുടെ സംസാരം. നമ്മളിവിടെ 1000 പോലും ആയിട്ടില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആൾ വിട്ടില്ല കേട്ടോ. ഒരു 1,500 രൂപയുടെ ഒരു ഫോണിൻ്റെ റീൽ അയച്ചു തന്നിട്ട് ഇത്താക്ക് ഇതെങ്കിലും മേടിച്ചു തരാൻ പറ്റുമോന്നായി. മുതലെടുക്കണോ സജി എന്ന് എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചില്ല. എന്നിട്ടും പിന്നെയും കുറേ ലിസ്റ്റായിട്ട് വരെയാണ്. ജേഴ്സി ഹിജാബ് മേടിച്ചു തരോ, മാല വാങ്ങിത്തരോ, വള വാങ്ങിത്തരോ, അങ്ങനെ. ഞാനിപ്പോൾ എന്ത് പറയാനാണ്? ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു ഇന്നും കൂടി തന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വേറൊരു വിന്നറെ സെലക്ട് ചെയ്തേനെ. അപ്പോൾ കിട്ടിയതിൽ അൽഹംദുലില്ലാ എന്ന് പറയല്ലേ വേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ ആ കുട്ടിയെ കളിയാക്കിയതോ മോശക്കാരിയാക്കിയതോ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അതൊന്ന് ഷെയർ ചെയ്യാമെന്നോർത്തു. അനുഭവം പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂടി. അനുഭവങ്ങൾ പാളിച്ചകളിൽ നിന്നാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.